എന്താണ് എനിക്ക് പറഞ്ഞില്ല പേര്. ഓപ്പൺ ചുണ്ടൻ സ്റ്റാർ. ഗൈസ് വിഷ്വലിൽ മീനുണ്ടെന്ന് ഗൈസ്. നമ്മൾ ഇപ്പുറത്തെ സൈഡാണ് ഞാൻ നിൽക്കുന്നത് ഗൈസ്. കണ്ട 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 കണ്ട. ഓ പൊളിച്ച് ഏറ്റവും അതൊരു സാധനമാടാ. ഇവിടെ തള്ളു ആ മോളി കിടക്കണ എന്തിന് മോളി കിടക്കണ എന്തിന് സൈസ്. അപ്പോഴിനി നമ്മളങ്ങ് പറഞ്ഞേ ഗൈസ്. ബ്ലൂ ഫിന്നാണ് കേട്ടോ ഇത്. ബ്ലൂ ഫിന്ന് ഇല്ല ബ്ലൂ ഫിന്ന് എടാ ഇത്തിരി മിണ്ടായിരടാ. ബ്ലൂ ഫിന്നെന്ന് ബ്ലൂ ഫിൻ. അപ്പോ നമുക്ക് കിട്ടിയ മീനുകളാണ് ബ്ലൂ ഫിൻ. സൈസ് ഉണ്ടല്ലോ, സെറ്റ് സൈസാണ്. സൈസ് ഉണ്ടല്ലോ, അടിപൊളി ഉണ്ടല്ലോ, അടിപൊളി മീനാണ്. ഒന്നും പറയാൻ കുഞ്ഞിടാൻ വേണ്ടി വന്നായിരിക്കും. ഇല്ല ബ്ലൂ ഫിൻ. ഗൈസ് നമുക്ക് ഒരു വലക്ക് കിട്ടിയ മീനാണ് ഗൈസ്. കണ്ടല്ലോ ഇനിയുണ്ട് ഇത്. ഇത്ര നമുക്ക് ഒരു വിലക്ക് കിട്ടിയ ഇത്ര ഒരു ഏകദേശം 5 കിലോയൊന്നും വരില്ല. കണ്ടല്ലോ ഇത്രയും മീൻ കിട്ടി സൈസ്. ഇത് ബ്ലൂ ഫിന്നാണ്. കണ്ട ഇത് എന്തുകൊണ്ട് ബ്ലൂ ഫിൻ എന്ന് പറയുന്നതെന്ന് അറിയാമോ നിങ്ങൾക്ക്? ഇതിൻ്റെ ഈ ചിറവ് നീല കളറാണ്, ബാലും കണ്ട നീല കളറായതുകൊണ്ടാണ് ഇതിനെ ബ്ലൂ ഫിൻ കാരെന്ന് പറയുന്നത്. മതി ഞാൻ വല എറിയാണ് ഗൈസ്. എന്നെ വിട്ട് വല എറിയാൻ സമ്മതിക്കില്ല. ഇപ്പോൾ വീഡിയോ എടുക്കണോണ്ട് പറയും ഇറങ്ങി വന്ന് പറയും. എൻ്റെ അവിടെ വല എറിയാൻ ഗൈസ് വല എറിയാണ് ഗൈസ്. വലയിൽ മീനുണ്ട്. കണ്ട വല നീങ്ങി പോണ കണ്ട വലയും കൊണ്ടുപോയാണ് ഗൈസ്. ചെറിയ മീനൊന്നുമല്ല ഗൈസ്. കണ്ട അടിപൊളി കേട്ടോ. നമുക്ക് ചെറുത് മാത്രമാണ് കിട്ടിയത്. വലുതിറങ്ങിപ്പോയത് കണ്ട നിങ്ങൾ കണ്ട വലുതിറങ്ങിപ്പോയത് കണ്ട വലിയ മീന് പോയിട്ട് ഇത്രയും മീൻ കിട്ടി. ഇനിയുണ്ട് മീൻ വലയുടെ അടിയിലുണ്ട്. ബാക്കിയൊക്കെ കാണിച്ചു. വലയും കൊണ്ട് മീൻ പെയ്യാ ഉണ്ടോ നോക്കണോ തൊട്ടക്കെട്ട കാര്യം പറഞ്ഞത് കണ്ട വിശ്വാസം ഇല്ലാത്തതാണ്. നമുക്ക് വിശ്വാസം ഇല്ലാത്ത പോലെയാണ് പറയണത്. മീന് തോ കിടക്കണം മുകളിൽ. ഞാൻ കണ്ട് മീന് കൂടെ മീന് തോ കിടക്കണം മീന്. ഒരെണ്ണത്തിനാ കണ്ട് 2 3 അത് കൊള്ളാം. അതാ പൊളിച്ച് പയ്യെ ചേർത്ത് ഒന്നങ്ങ് പോയി താഴെ. അപ്പോൾ നമുക്ക് കുറച്ച് മീന് ഈ വലക്കും കയറി ഉണ്ടല്ല. വല തറച്ച് വീര് കുറച്ചല്ല, വല തറച്ച് വീര് ഇപ്പോഴും കിട്ടിയിട്ടുണ്ട് ഗൈസ്. മീനുണ്ടോന്ന് പറയുന്നത് മീനുണ്ട്. ഞാൻ കണ്ടു കേട്ടോ. 1 2 3 4 5 6 കൂടുതലുണ്ട്. പക്ഷെ ഞാൻ 6 എണ്ണം വെള്ളത്തിൽ വെച്ച എണ്ണി. അത് പേപ്പർ പോയ കണ്ടാ ഇത്രയും മീനുണ്ട് ഗൈസ്. ഇന്ന് കണവ് ഇനി കിട്ടേണ്ട സാധ്യതയില്ല. അപ്പോൾ
അഗാധമായ കടലിലെ മീൻപിടുത്തം വളരെ ഡേഞ്ചറസ് ആയ സ്ഥലമാണ്. നമ്മുടെ സ്ഥിരം സ്പോട്ട് ആയതുകൊണ്ടാണ് നമുക്ക് വലിയ റിസ്ക് ഇല്ലാതെ നമ്മൾ മീൻ പിടിക്കുന്നത്. മീനുണ്ട് ചേട്ടാ, പക്ഷേ എന്തോ ഒരു പന്തിയേടുണ്ട്. പക്ഷേ അതിൽ അതാണ് പന്തിയേടായിരുന്നത്. ഞാൻ പറയില്ലേ, അലിഗേറ്റർ എന്തോ ഒരു പന്തിയേടുണ്ടെന്ന് പറയും. പക്ഷേ അതിനനുസരിച്ച് കടലിലെ മുതലായിരുന്നു നമുക്ക് പന്തിയേടായിട്ട് കിട്ടിയ സാധനം. എവിടെ കടലിലെ മുതല കിടക്കണം. ഇതാണ് നമുക്ക് പണിയായിട്ട് ഇന്ന് എന്തോ പന്തിയേടായിരുന്ന കടലിലെ മുതല എന്ന് പറയുന്ന അലിഗേറ്റർ ഗാറ, ഇങ്ങനെ എന്തൊക്കെ പറയും മീനിന്, നമുക്കറിയത്തില്ല എന്താണെന്ന്. എനിക്കും കിട്ടിയില്ല. വെട്ട് കേക്ക് അടുക്കി വെച്ചിരിക്കുന്ന ചായക്കടയിൽ വെട്ട് കേക്ക് അടുക്കി വെച്ചിരിക്കുന്ന പോലെ പുലിമുട്ടുകൾ അടുക്കി വെച്ചിരിക്കുകയാണ്. കാണാൻ ഇവിടെ നിന്ന് നോക്കുമ്പോൾ കുറച്ച് സൈസേ ഉള്ളൂ. പക്ഷേ അത് ചാടിപ്പോവും ഇനിയിപ്പോ. ഇല്ലാതെ ഒരു 4-5 എണ്ണം കയറിയാലും ഒന്ന് കിട്ടൂ. പക്ഷെ കഴിഞ്ഞ ഒരെണ്ണം കയറിയത് എനിക്ക് കയറിപ്പോന്ന് സാധനം ഉണ്ടാ ചുണ്ടായി. മീൻ അടിച്ചത് കണ്ടില്ല ഞാൻ. ഞാൻ അങ്ങ് അപ്പുറത്തോട്ട് നോക്കിക്കൊണ്ടിരുന്നു. എവിടെ കിടക്കുന്നത്? ഉണ്ട് കടലിലെ മുതലുണ്ട്. ഈ സാധനം വന്നു കഴിഞ്ഞാൽ അവനെ വേറെ ഒരു മീൻ 2 എണ്ണം ഉണ്ടാ. അതിന്റെ തല വെളിയിൽ ഇറങ്ങിക്കിടാം. ഞാൻ എടുത്തതില്ല. ചുണ്ടൻ ഓപ്പൺ ചുണ്ടൻ സ്റ്റാർ. ഗൈസ്, കടലിലെ പൂന്തിയ കണ്ടിട്ടില്ലല്ലോ. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. മോത എന്നൊക്കെ പറയുന്ന ഒരു മീനാണ്. അപ്പോഴിത് കടലിലെ പൂന്തി പോലത്തെ ഒരു മീനാണ്. അപ്പോഴിത് ജിറാഫ് പോലെയൊക്കെ ഇരിക്കണം. ആരെ കയ്യൊന്നെടുത്ത് മാറ്റുമോ? മറ്റേ ചീങ്കണ്ണി പോലെ ഇരിക്കണം. അപ്പം ശരി.